നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോസ്റ്റാറ്റിക് എന്നുള്ള ചാപ്റ്ററിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ആ ചാപ്റ്ററിൽ അതിൽ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഇലക്ട്രിക് ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസാണ്. ഞാൻ ഓർക്കുന്നത്, മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രത്യേകതകളായ ലൈക്ക് ചാർജസ് റിപ്പൽസ്, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ഒക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ള മെത്തേഡ്സ് ഒക്കെ പഠിച്ചു. കണ്ടക്ഷൻ വഴിയും ഇൻഡക്ഷൻ വഴിയും റബ്ബിംഗ് വഴിയൊക്കെ ചാർജ് ചെയ്യാമെന്ന് പഠിച്ചു. ചാർജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ലോസ് ഓർ ഗെയിൻ ആണ് എന്ന് പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെയാണ് ബേസിക് കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചത്. സോ നമുക്ക് ഇന്ന് ചാർജസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്, ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആ ഒരു ടോപ്പിക്കിലേക്ക് നീങ്ങാം. അപ്പോൾ ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചു, ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കെയിലാർ. ഒരു സ്കെയിലാറാണ്, ഇറ്റ്സ് നോട്ട് എ വെക്ടർ. അപ്പോൾ ചാർജ് എത്രയാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും യൂണിറ്റും മാത്രം പറഞ്ഞാൽ മതി. 0.5 കൂളംബ് അല്ലെങ്കിൽ 1 മൈക്രോ കൂളംബ്, അങ്ങനെയൊക്കെയാണ് ചാർജ് പറയാൻ. 2 നാനോ കൂളംബ്, ഈ രീതിയിലാണ് മൈക്രോ നാനോ ലെവലിലൊക്കെയുള്ള. കൂളംബാണ് ചാർജിൻ്റെ യൂണിറ്റ്. കൂളംബ് ഒരു വലിയ യൂണിറ്റാണ്. സാധാരണ വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടാവുക മൈക്രോ കൂളംബിലോ നാനോ കൂളംബിലോ ഒക്കെയാണ്. ഒരു കൂളംബ് ചാർജ് പറഞ്ഞാൽ ഈസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ചാർജ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസിലെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്, അതിന് മുൻപ് ഞാൻ ഇതിൻ്റെ അറ്റൻഡൻസ് ഒന്ന് കോപ്പി ചെയ്യട്ടെ. ആരെങ്കിലും മാർക്ക് ചെയ്യാൻ ഇതുവരെയുള്ളവരതാണ് ഇപ്പോൾ ഞാൻ അറ്റൻഡൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഒരുപാട് വൈകി വരുന്നവരെ പരിഗണിക്കുന്നില്ല. ഇതുവരെ വന്ന എല്ലാവരും അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. ഞാനിപ്പോൾ അത് കോപ്പി എടുക്കും. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അതിൽ ചാർജ് ഈസ് എ സ്കെയിലാർ എന്നുള്ള ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു ടോട്ടൽ ചാർജ് ഓഫ് എൻ ഒബ്ജക്റ്റ് കാണണമെങ്കിൽ അതിലുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ ചാർജ് ആഡ് ചെയ്താൽ കിട്ടും. ഉദാഹരണത്തിന് ഒരു ആറ്റത്തിൻ്റെ ചാർജ് കാണണമെങ്കിൽ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ചാർജസ് കൂട്ടിയാൽ മതി. അപ്പോൾ 0 എന്ന് കിട്ടും. രണ്ടാമത്തെ ചാർജ് ഈസ് കൺസേർവ്ഡ്. ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതും നമ്മൾ പറഞ്ഞതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു, ന്യൂട്രോൺ സ്പ്ലിറ്റ്സ് ഇൻറ്റു പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. ഒരു ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇനീഷ്യലി ന്യൂട്രോണിൻ്റെ ടോട്ടൽ ചാർജ് 0. പിന്നെ ന്യൂട്രോൺ പോയി പ്രോട്ടോണും ഇലക്ട്രോണും വരുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ അടങ്ങിയ സിസ്റ്റമാണ് പിന്നെയുള്ളത്. അതിൻ്റെയും ടോട്ടൽ ചാർജ് 0 ആണ്. സോ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ചാർജ് അതിലേക്ക് ഫ്ലോ ചെയ്യാതെ അതിൽ നിന്ന് ചാർജ് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്ത് പ്രോസസ്സ് നടന്നാലും അതിൻ്റെ നെറ്റ് ചാർജ് കൺസർവ്ഡ് ആയിരിക്കും. Then most important property,
is charge is quantized. ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയുമാണ്. മാത്രമല്ല ഇതിനെ ബേസ് ചെയ്ത് മാത്രം ക്വസ്റ്റ്യൻസ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. എന്താണ് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാര്യം ഇത്രയേ ഉള്ളൂ. ചാർജ് ഓഫ് എനി ഒബ്ജക്റ്റ് ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ചാർജ്. ആ ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ വാല്യൂ 1.602 ഇൻറ്റു 10 റേസ് നമ്മൾ സിമ്പിളായിട്ട് എഴുതുമ്പോൾ 1.6 ഇൻറ്റു 10 റേസ് ടു -19 കൂളും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതൊരു വസ്തുവിൻ്റെയും ചാർജ് എന്ന് പറയുന്നത് അതിന് ഇഷ്ടമുള്ള വാല്യൂസ് പോസിബിൾ അല്ല. അത് ഈ ബേസിക് ചാർജ് ആയ ഇ എന്ന് പറയുന്ന ചാർജ് ഇ എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10 റേസ് ടു -19 കൂളമ്പാണ്. ദാറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ പാക്കറ്റ് ഓഫ് ചാർജ്. യൂണിറ്റ് എന്ന് പറയുന്നതിന് പകരം ഏറ്റവും ബെറ്റർ പാക്കറ്റാണ്. അപ്പോൾ നമുക്ക് പാക്കറ്റ്സ് ആയിട്ടാണ് ചാർജസിന് കിട്ടുക. ഒരു ഇ ചാർജ് ഉണ്ടാവാം ഒരു വസ്തുവിന്. 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അതിന് +2e എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു വസ്തുവിൻ്റെ ചാർജ് എന്ന് പറയുന്ന ആ വസ്തുവിന് ചാർജ് സ്വീകരിക്കാനും വസ്തുവിന് ചാർജ് നഷ്ടപ്പെടാനും ഇ എന്ന് പറയുന്ന അടിസ്ഥാന യൂണിറ്റിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടേ പറ്റുകയുള്ളൂ. ഇയുടെ വാല്യൂ 1.6 ഇൻറ്റു 10⁻602 ഇൻറ്റു 10 റേസ് ടു -19 കൂളമ്പാണ്. അപ്പോൾ ഇതൊരു ബേസിക് യൂണിറ്റ് ആണ് ചാർജിൻ്റെ. ഏത് 1.6 ഇൻറ്റു 10 റേസ് ടു -19 അതാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണത്. മാഗ്നിറ്റ്യൂഡ് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയിൽ ഇൻ ദി യൂണിവേഴ്സ് ദർ ഈസ് എ ഫണ്ടമെന്റൽ പാക്കറ്റ് ഓഫ് ചാർജ്. ഈ പാക്കറ്റിലും ചെറിയ പാക്കറ്റായിട്ട് ചാർജിനെ ഇടപാട് നടത്താൻ പറ്റില്ല. ഒന്നുകിൽ ഒരു പാക്കറ്റ് കൊടുക്കാം, ഒരു പാക്കറ്റ് വാങ്ങാം, അല്ലെങ്കിൽ 1000 പാക്കറ്റ് കൊടുക്കാം, 1000 പാക്കറ്റ് വാങ്ങാം. ഇങ്ങനെയാണ് ചാർജസിനെ സ്വീകരിക്കാനും നഷ്ടപ്പെടുത്താനും പറ്റും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിൻ്റെ ചാർജ് ഒന്നുകിൽ ഒരു പാക്കറ്റ് ആകാം, 2 പാക്കറ്റ് ആകാം, 3 പാക്കറ്റ് ആകാം, 1000 പാക്കറ്റ് ആകാം, എത്ര പാക്കറ്റും ആകാം. പക്ഷേ ഒരു പാക്കറ്റ് പൊട്ടിക്കാൻ കഴിയില്ല. ഇ എന്ന് പറയുന്നതിലും ചെറുതാക്കാൻ കഴിയില്ല. ഈ ആണ് ഒരു പാക്കറ്റ്. അപ്പോൾ 1.5 ഇ എന്ന് പറയുന്ന 1.5 ഇ എന്ന് പറയുന്ന ഒരു ചാർജ് ഒരു ഒബ്ജക്റ്റിന് പോസിബിൾ അല്ല. 2.3 ഇ പോസിബിൾ അല്ല. 1.75 ഇ പോസിബിൾ അല്ല. അങ്ങനെയുള്ള ചാർജുകളൊന്നും പോസിബിൾ അല്ല. ഒന്നുകിൽ 1 ഇ ആകാം, 2 ഇ ആകാം, 3 ഇ ആകാം, 1000 ഇ ആകാം, 2750 ഇ ആകാം. നോ പ്രോബ്ലം. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം ഇയുടെ. അതിന്റെ കാരണം ഇതാണ്. ബേസിക്കലി ദ റീസൺ ഈസ് ചാർജിങ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ഗെയിനോ ലോസോ ആണ്. നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാം ഒരു ഒബ്ജക്റ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയാം. 2 ഇലക്ട്രോണിനെ കളയാം, 5 ഇലക്ട്രോണിനെ കളയാം, 10,000 ഇലക്ട്രോൺസിനെ ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് പോയേക്കാം. അല്ലാതെ ഒരു ഇലക്ട്രോണിന്റെ പകുതി മാത്രം പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയില്ല. ഇലക്ട്രോൺ ഈസ് ഇൻഡിവിസിബിൾ. ആറ്റത്തിനെ പോലെയല്ല, ഇലക്ട്രോൺ ഇൻഡിവിസിബിൾ ആണ് ഇന്ന് വരെ. ഫ്രീ ആയിട്ടുള്ള ഒരു ആറ്റത്തിൽ നിന്ന് നമുക്ക് അതിന് ചൈന റബ്ബ് ചെയ്തിട്ടോ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടത്തിയിട്ട് അതിൽ നിന്ന് ചാർജസിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിന് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് ഒന്നെങ്കിൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യും. രണ്ടായാലും നിങ്ങൾക്ക് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര എണ്ണം ഫിക്സഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നിങ്ങൾക്ക് ഫ്രാക്ഷണൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഒരിക്കലും എടുക്കാനും റിമൂവ് ചെയ്യാനും പറ്റില്ല. ബിക്കോസ് ഇലക്ട്രോൺ ഇസ് ആൻ ഇൻഡിവിസിബിളി സ്മോൾ പാർട്ടിക്കിൾ. സോ ആ ഇലക്ട്രോണിന് 1, 2, 3 ഒരു ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 10 ഇലക്ട്രോൺ പോലെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് എടുക്കാനോ ഒബ്ജക്റ്റിലേക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാനോ പറ്റുകയുള്ളൂ. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എറൈസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ചാർജിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ലോസ് ഓർ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്നുള്ളതിൽ നിന്നാണ് ബേസിക്കലായിട്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചാർജിന്റെ ക്വാണ്ടൈസേഷൻ എറൈസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ചാർജിന്റെ ആക്ച്വൽ ക്വാണ്ടൈസേഷന്റെ പിന്നിലുള്ള ഫിസിക്സിന് കുറേ മാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സിമ്പിൾ ലെവലിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് ബിക്കോസ് ഇലക്ട്രോൺ charge of a body is obtained by loss or gain of electrons in its atoms. അപ്പോൾ നമ്മൾക്ക് എഴുതാൻ പറ്റും the charge q of an object can be written as plus or minus ne where n is 0, 1, 2, 3 any integer. ഇനി ഇലക്ട്രോണിന്റെ ചാർജിന്റെ എത്രയാണെന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചില അപ്പോൾ ആവശ്യം വരുന്ന ചില പാർട്ടിക്കിൾസിന്റെ ചാർജാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് ഇലക്ട്രോൺ -e ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. ഇയുടെ വാല്യൂ കണ്ടല്ലോ. സോ -e ആണ് ഇലക്ട്രോണിന്റെ ചാർജ്, നെഗറ്റീവ് ചാർജ്. പ്രോട്ടോണിന്റെ ചാർജ് +e ആണ്. +e ആണ് പ്രോട്ടോണിന്റെ ചാർജ്. ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് 2e ആണ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയത്തിന്റെ ന്യൂക്ലിയസ് ആണ്. ഹീലിയം ആറ്റത്തിൽ 2 പ്രോട്ടോണും 2 ഇലക്ട്രോണും ആണല്ലോ ഉള്ളത്. He2 4 ആണ്. അതിൽ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഇലക്ട്രോൺ ഉണ്ടാവില്ല. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ടാവും. ന്യൂട്രോണിന് ചാർജ് ഇല്ല. 2 പ്രോട്ടോൺസിന്റെ ചാർജാണ് 2e എന്ന് പറയുന്നത്.
അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് എവിടെയെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ചാർജ് 2e ആണ്, മനസ്സിലാക്കണം. 2 × e ആണ് ചാർജ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ടിക്കിൾ വിത്ത് ചാർജ് -e. പ്രോട്ടോൺ ഇസ് എ പാർട്ടിക്കിൾ വിത്ത് ചാർജ് +e. ഇയുടെ വാല്യൂ ഒരിക്കലും മറക്കാൻ പാടില്ല. 1.602 × 10⁻⁻19, ചുരുങ്ങിയ പക്ഷം 1.6 × 10⁻⁻19 എന്നെങ്കിലും ഓർത്തിരിക്കുക. 1.6 × 10⁻⁻19. So this is why we call charge is quantized. Why we say that charge is quantized. എന്തുകൊണ്ടാണ് ചാർജ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നതിന്റെ കാരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾ നോട്ട്ബുക്കിൽ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് രണ്ടെണ്ണം എഴുതിയിട്ടുണ്ടാവും. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതുക, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് എഴുതാം. എന്നിട്ട് നേരെ ദ ചാർജ് ഓഫ് എഴുതിക്കോളൂ. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതി വെച്ചതിന്റെ തുടർച്ച 3 പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് എഴുതിയിട്ടുണ്ടാവും. അതിൽ മൂന്നാമത്തെ പ്രോപ്പർട്ടി ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഇനി അഥവാ 1 or 2 എഴുതാൻ വിട്ടവരുണ്ടെങ്കിൽ അതും എഴുതാം. ഇതുവരെ ഈ കാര്യങ്ങൾ ഇതേപോലെ നോട്ടിൽ എഴുതാം. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ദ ചാർജ് ഓഫ് എനി ഒബ്ജക്റ്റ് ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ചാർജ് ഇ, where E is equal to 1.602 × 10⁻⁻19 കൂളം. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് ഈ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെ തുടർച്ചയായിട്ട് എഴുതേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതിന്റെ തുടർച്ചയായിട്ട് എഴുതണം. ചാർജ് ഈസ് 3 എന്നിട്ട് എഴുതുക. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസ്ഡ് എന്ന് എവിടെ കണ്ടാലും ഉദ്ദേശിക്കുന്ന ഇതാണ്. എല്ലാ വാല്യൂസും പോസിബിൾ അല്ല. എ ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് പോസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോസിബിൾ ആയിട്ടുള്ള ചാർജിന്റെ വാല്യൂസ് ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് സം ബേസിക് ക്വാണ്ടിറ്റി എന്നാണ്. അതേപോലെ എനർജി പലപ്പോഴും ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയാറുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ ആറ്റത്തിന്റെ പോലുള്ള ബൗണ്ടഡ് സിസ്റ്റത്തിന്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ്. ഫിസിക്സിലും ഇങ്ങനെ പല ക്വാണ്ടിറ്റീസിനും ക്വാണ്ടൈസേഷൻ ഉണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ ഫിസിക്സിന്റെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ക്വാണ്ടൈസ്ഡ് ആണ് അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂസിന് എല്ലാ വാല്യൂസും പോസിബിൾ അല്ല. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എല്ലാ വാല്യൂസും പോസിബിൾ അല്ല. ചില പ്രത്യേക വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ എല്ലാ വാല്യൂസും പോസിബിൾ അല്ലല്ലോ. ഒരുപാട് വാല്യൂസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആർ പോസിബിൾ, ബട്ട് ഓൾ വാല്യൂസ് ആർ നോട്ട് പോസിബിൾ. ഇവിടെ 1.6ന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള × 10⁻⁻19 ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് മാത്രമേ പോസിബിൾ. ആംഗുലാർ മൊമെന്റം വരുമ്പോൾ നമുക്ക് h/2π, h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസേ പറ്റുള്ളൂ. ആറ്റത്തിലൊക്കെ ഉള്ള ഇലക്ട്രോൺസിന്റെ ഒക്കെ ആംഗുലാർ മൊമെന്റം. അങ്ങനെയുള്ള പല ക്വാണ്ടിറ്റീസിനും ക്വാണ്ടൈസേഷൻ ഉണ്ട്. ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് ഫിസിക്സിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. സംതിങ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇത് മനസ്സിലാക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ എനർജി ചിനു ക്വാണ്ടൈസ്ഡ് ആണ്. അങ്ങനെ പലതും ഉണ്ട്. ഇപ്പം നമ്മൾ ചാർജാണ് പഠിച്ചത്. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ ചാർജിന്റെ വാല്യൂസ് കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് വാല്യൂസ്. ആ ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ രണ്ടാമത്തെ വാല്യൂ തമ്മിലുള്ള വ്യത്യാസം ഇ ആയിരിക്കും. 1e കഴിഞ്ഞാൽ പിന്നെ 2e പറ്റുള്ളൂ, 2e കഴിഞ്ഞാൽ 3e പറ്റുള്ളൂ. അപ്പൊ ഇ എന്നുള്ള സ്റ്റെപ്പിലാണ് അതിന്റെ വാല്യൂസ് കിടക്കുന്നത്. ഇനി ഈ ഇയുടെ വാല്യൂ നിങ്ങൾ നോക്കൂ. 1.602 × 10⁻⁻19 വളരെ ചെറിയ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നോർമൽ ഡേ ടു ഡേ ലൈഫിലൊന്നും ഈ ക്വാണ്ടൈസേഷൻ അത്ര റെലവെന്റ് അല്ല, അത്ര വിസിബിൾ അല്ല. കാരണം ഇ എന്ന് പറയുന്നത് വളരെ ചെറിയ ചാർജാണ്, നെഗ്ലിജിബിളി സ്മോൾ ചാർജാണ്. അപ്പോൾ ആൾമോസ്റ്റ് ആൾ വാല്യൂസ് പോസിബിൾ ആയിട്ട് തന്നെ നമ്മൾ പറയും. നമ്മൾ ഒരു ഇതിന്റെ ചാർജ് പറയുമ്പോൾ 3.5 മൈക്രോ കൂളം എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ അർത്ഥം അവിടെ ചാർജ് ക്വാണ്ടൈസ്ഡ് അല്ല എന്നല്ല, അതിനോട് അടുത്ത് നിൽക്കുന്ന ഈ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഏതാണോ അതാണ് അവിടെ ചാർജ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ചാർജിന്റെ അളവ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ബേസിക് യൂണിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ 1 മൈക്രോ കൂളംബ് എന്ന് പറഞ്ഞാൽ തന്നെ എത്രങ്ങാനും ഇ വേണം, വലിയ വലിയ എമൗണ്ട് ഓഫ് ഇ വരണം. അപ്പോൾ ആ ഇ എന്ന് പറയുന്നത് ചെറിയ സൈസ് ആയതുകൊണ്ട് അത് തമ്മിലുള്ള ആ ഒരു സ്റ്റെപ്പിംഗ് നമ്മൾക്ക് റെലവെന്റ് അല്ല. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് വേൾഡ് നമ്മൾ ജീവിക്കുന്ന സാധാരണ നമ്മുടെ സെൻസുകൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഈ ഒരു ചുറ്റുപാട്, ആ ഇത്തരം സിറ്റുവേഷൻസിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഈസ് നോട്ട് വിസിബിൾ അല്ലെങ്കിൽ നോട്ട് സിഗ്നിഫിക്കന്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ബിക്കോസ് the value of the fundamental unit of charge is
very small and is negligible when compared to the magnitude of charges we deal in our day-to-day life അല്ലെങ്കിൽ we deal in macroscopic world. അത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എഴുതി തരും, നോട്ട് തരും. ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്നും അതിൻ്റെ കാര്യങ്ങളും, പ്രോട്ടോണിൻ്റെ ചാർജ് ഇ ആണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ഇ ആണ്, ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് 2e ആണെന്നും എഴുതാം. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ചാർജ് ഈസ് നാലാമത്തെ പ്രോപ്പർട്ടിയാണ്. ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. ഇത് നിങ്ങളെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒരു പ്രോപ്പർട്ടി ആയിട്ടൊക്കെ 4 പ്രോപ്പർട്ടി ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. ചാർജ് ഓഫ് എ ബോഡി ഈസ് സെയിം വെദർ യു മെഷർ ഇറ്റ് ഫ്രം എ മൂവിങ് ഓർ റെസ്റ്റ് ഫ്രെയിം. എന്താണ് പറഞ്ഞത്? അത് എഴുതിക്കോളൂ ആദ്യം. നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതുക. ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. നോട്ടിലേക്ക് എഴുതുക. ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് എന്നിട്ട് പറയാം. ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് എഴുതുക. ചാർജ് ഓഫ് എ ബോഡി ഈസ് സെയിം വെദർ യു മെഷർ ഇറ്റ് ഫ്രം എ മൂവിങ് ഓർ റെസ്റ്റ് ഫ്രെയിം. Charge is relativistically invariant. Charge of a body is same whether you measure it from a moving or a rest frame. Charge is relativistically invariant. Charge of a body is same whether you measure it from a moving or a rest frame. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് ഒരു ക്വാണ്ടിറ്റി റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മൾ ആ ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു സിമ്പിൾ റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭൂമിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള മൂവ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു സംവിധാനം ഉപയോഗിച്ച് അതിൻ്റെ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്താൽ കിട്ടുന്ന വാല്യൂ വേറൊരു സംവിധാനം, അതായത് ഒരു മൂവ് ചെയ്യുന്ന വാഹനം ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു വണ്ടി, ഒരു കാർ മൂവ് ചെയ്യുന്നു, ആ കാറിൽ വെച്ച് അല്ലെങ്കിൽ ഒരു മൂവിങ് ലാബിൽ വെച്ചിട്ട് നമ്മളൊരു മൂവ് ചെയ്യുന്ന ഒരു വാഹനത്തിൽ വെച്ചിട്ട് ഇതേ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്താൽ കിട്ടുന്ന വാല്യൂവും പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. അത്തരം അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് നോട്ട് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. മനസ്സിലായല്ലോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ വെലോസിറ്റി, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നിങ്ങൾ മെഷർ ചെയ്യുകയാണെങ്കിൽ മൂവിങ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ആൾക്ക്, നിങ്ങളൊരു കാറിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്, മൂവ് ചെയ്യുന്ന കാറിലിരുന്ന് നിങ്ങളൊരു മരത്തിന്റെ റോഡ് സൈഡിലുള്ള ഒരു മരത്തിന്റെ വെലോസിറ്റി മെഷർ ചെയ്താൽ അത് 0 അല്ല. കാറിന്റെ വെലോസിറ്റി എത്രയാണോ അത്രയും വെലോസിറ്റി കിട്ടും. നിങ്ങൾ ഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് അതേ മരത്തിന്റെ വെലോസിറ്റി മെഷർ ചെയ്താൽ 0 എന്നും കിട്ടും. അപ്പോൾ വെലോസിറ്റി ഈസ് നോട്ട് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇലക്ട്രിക് ചാർജ് അങ്ങനെയല്ല. നിങ്ങളൊരു വസ്തുവിൻ്റെ ചാർജ് മെഷർ ചെയ്യാനൊരു സെറ്റപ്പ് ഉണ്ടാക്കി എക്സ്പെരിമെന്റ് നടത്തുകയാണ്. ആ വസ്തുവിനെ അപേക്ഷിച്ച് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിമിൽ നിന്ന് മെഷർമെന്റ് നടത്തിയാലും വസ്തുവിനെ അപേക്ഷിച്ച് റെസ്റ്റിലിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ആ വസ്തുവിൻ്റെ ചാർജ് മെഷർ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ തുല്യമായിരിക്കും, മാറ്റം ഉണ്ടാവില്ല. അതിനെ നമ്മൾ പറയും ഇറ്റ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. ഓക്കെ, അതാണ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ ചാർജ് ഓഫ് എ ബോഡി ഈസ് സെയിം വെദർ യു മെഷർ ഇറ്റ് ഫ്രം എ മൂവിങ് ഓർ റെസ്റ്റ് ഫ്രെയിം. അതാണ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു പോയിന്റ് മാത്രം ഓർത്താൽ മതി. ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്, ഒരു പ്രോപ്പർട്ടി ആയിട്ട്. ഓക്കെ, അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യമാണ്. ഇത് എഴുതിക്കോളൂ. വൈ ചാർജ് ക്വാണ്ടൈസേഷൻ ഈസ് നോട്ട് സിഗ്നിഫിക്കന്റ് ഇൻ മാക്രോസ്കോപ്പിക് വേൾഡ്. മാക്രോസ്കോപ്പിക് വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന ആ ഒരു സൈസിലുള്ള വേൾഡ്. മൈക്രോസ്കോപ്പിക് വേൾഡ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് ലെവലിൽ കാര്യങ്ങൾ കാണുന്ന ആറ്റത്തിന്റെ സൈസിലും ആ ടൈം സ്കെയിലിലും വരുന്ന ലോകം, അവിടെയാണ് മൈക്രോസ്കോപ്പിക് വേൾഡ്. ഇത് മാക്രോസ്കോപ്പിക് വേൾഡ് ആണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സാധാരണ സ്കെയിലിൽ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്ന അനുഭവിക്കുന്ന വേൾഡ്, ദാറ്റ് ഈസ് മാക്രോസ്കോപ്പിക് വേൾഡ്. അതിന്റെ കാരണം the value of smallest unit of charge is very small and is negligible compared with the charges we deal in macroscopic world. അതുകൊണ്ടാണ് so quantization is not visible. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇയുടെ വാല്യൂ വളരെ ചെറുതായതാണെന്നാണ് അതിന്റെ ചുരുക്കം. ഇ എന്ന് പറയുന്ന ബേസിക് യൂണിറ്റ് ഓഫ് ചാർജിന്റെ വാല്യൂ വളരെ ചെറുതായത് കൊണ്ടാണ്
മാക്രോസ്കോപ്പിക് വേൾഡിൽ അത് പ്രകടമാകാത്തത്. നമുക്ക് ഈ ചാർജ് ക്വാണ്ടൈസേഷൻ എന്നുള്ളത് അത്ര വിസിബിൾ ആവാത്തതിന്റെ കാരണം ദ വാല്യൂ ഓഫ് ഇ, ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓർ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് വെരി വെരി സ്മോൾ compared with the charges we deal in macroscopic world. മാക്രോസ്കോപ്പിക് വേൾഡിൽ നമ്മൾ മെഷർ ചെയ്യുന്ന, നമുക്ക് ഉപയോഗിക്കുന്ന, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ചാർജുകളൊക്കെ തന്നെ, അതിൻ്റെ അളവുകളൊക്കെ തന്നെ ഇ എന്ന് പറയുന്ന ബേസിക് യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലാർജ് ആണ്. അതുകൊണ്ട് തന്നെ അവയിൽ ഈ ഇ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിംഗ്, ആ ഒരു ഡിസ്ക്രീറ്റ്നെസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, അത്രയും ചെറുതാണ് ഇ. അതുകൊണ്ടാണ് ക്വാണ്ടൈസേഷൻ നോട്ട് വിസിബിൾ അറ്റ് മാക്രോസ്കോപ്പിക് ലെവൽ. എഴുതണം, ഇത് നോട്ടിൽ എഴുതണം. വൈ ചാർജ് ക്വാണ്ടൈസേഷൻ ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻ മാക്രോസ്കോപ്പിക് വേൾഡ്. ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോളൂ, അതിൻ്റെ താഴെ അതിൻ്റെ ഉത്തരവ് എഴുതി വെക്കണം. എഴുതണം, വൈ ചാർജ് ക്വാണ്ടൈസേഷൻ ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻ മാക്രോസ്കോപ്പിക് വേൾഡ്. ആൻസർ ഇതാണ്. ദ വാല്യൂ ഓഫ് സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ചാർജ്, the value of smallest unit of charge E, small letter E, is very small and is negligible. It's very small and is negligible compared with the charges, compared with the charges, compared with the charges we deal, compared with the charges we deal in macroscopic world, in macroscopic world. So, quantization is not visible, quantization is not visible at macroscopic level. So, quantization is not visible at macroscopic level. So, why charge quantization is not significant in macroscopic world? Why charge quantization is നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫ് എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ തന്നെ എഴുതണം. നെക്സ്റ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. വൈ ചാർജ് ക്വാണ്ടൈസേഷൻ ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻ മാക്രോസ്കോപ്പിക് വേൾഡ് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഓക്കെ, നോ ഒബ്ജക്ഷൻ. ഓക്കെ, കൂളംസ് ലോ. സ്പെല്ലിംഗ് തെറ്റാതിരിക്കാൻ ഞാൻ കൗളോംസ് ലോ എന്ന് പഠിക്കാം. കുളോംസ് ലോ എന്നാണ് പറയേണ്ടത്. സോ കുളോംസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജസ് തമ്മിലുള്ള ഫോഴ്സസ് ഓഫ് അട്രാക്ഷനും റിപ്പൽഷനുമാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഒരേപോലത്തെ ചാർജസ് ആണെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവും, വ്യത്യസ്ത ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവും. ഇതിനെ പലപ്പോഴും നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യാറ്. ഞാനത് ഇവിടെ സ്ലൈഡായിട്ട് ഇട്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ അത് ഓർത്തിരിക്കണം. കമ്പാരിസൺ ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഞാൻ സ്ലൈഡിൽ വേണമെങ്കിൽ തരാം, കുറച്ച് ഏതെങ്കിലും ഒരു സ്ലൈഡിൽ ക്വസ്റ്റ്യൻ ആയിട്ട് പിന്നീട് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലത് ഉണ്ടാവണം. എന്താണ് വ്യത്യാസം? പ്രധാന വ്യത്യാസം രണ്ടും ഇൻവേഴ്സ് സ്ക്വയറിലോ, പ്രധാനപ്പെട്ട സാമ്യം രണ്ടും ഇൻവേഴ്സ് സ്ക്വയറിലോ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻവേഴ്സ് സ്ക്വയറിലോ എന്ന് പറഞ്ഞാൽ ബൈ ആർ സ്ക്വയർ ആണ് വരുന്നത്, Gm1m2/r². അതേപോലുള്ളൊരു ഇക്വേഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്. പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നമുക്ക് ഒരു ടൈപ്പ് മാസേ ഉള്ളൂ, പോസിറ്റീവ് മാസും നെഗറ്റീവ് മാസും ഇല്ല. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് മാത്രമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ നമുക്ക് രണ്ട് ടൈപ്പ് ചാർജസ് ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, റിപ്പൾസീവ് ഫോഴ്സും. ഓക്കെ, അപ്പോൾ എന്താണ് കുളംസ് ലോ? ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കുളംസ് ലോ എന്ന് എല്ലാവരും ഹെഡിങ് എഴുതാം, ഞാൻ പറയാം. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ between 2 point charges is directly proportional to the product of the charges and is inversely proportional to the square of the distance between them. രണ്ട് ചാർജസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഡക്റ്റ് മാഗ്നിറ്റ്യൂഡ്സിന്റെ പ്രോഡക്റ്റിന്, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രോഡക്റ്റ് Q1 Q2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അതേപോലെ ആ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1. ഇതാണ് കൂളംസ് ലോ. അത് എഴുതണം. കൂളംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. കൂളംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ എഴുതണം. അപ്പോൾ എഴുതിക്കോളൂ. കൂളംസ് ലോ എന്ന് ഹെഡിങ് എഴുതി താഴെ എഴുതുക. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. The electrostatic force of attraction or repulsion is directly proportional to
the electrostatic force of attraction or repulsion between 2 point charges ഉണ്ട്. between 2 point charges എഴുതണ്ടല്ലോ, നോക്കിയാണല്ലോ എഴുതുന്നത്. between 2 point charges, electrostatic force of attraction or repulsion between 2 point charges is directly proportional to the product of the charges and is inversely proportional to the square of the distance between them. എഴുതാം, പെട്ടെന്ന് എഴുതാം. Coulomb's law ഹെഡിങ് എഴുതിയിട്ട് പെട്ടെന്ന് എഴുതാം. ഓക്കെ, എഴുതി കഴിഞ്ഞല്ല. Coulomb's law എന്താണെന്ന് എഴുതി, സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ എഴുതിയത്. അപ്പോൾ ഇത് രണ്ട് ചാർജാണ്. എൻ്റെ കൂടെ തന്നെ ഇത് വരക്കാം കേട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ വരച്ചോ. രണ്ട് ചാർജ് Q1 Q2 വരക്കുക. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ R ആയിട്ട് എടുക്കുക. Q1 Q2 എന്നുള്ള രണ്ട് ചാർജ് വരക്കുക. രണ്ട് ചെറിയ ഡോട്ടുകൾ ഇടുക, പോയിന്റ് ചാർജസ് ആണ്, സ്മാൾ ആയിട്ട് വരച്ചാൽ മതി. ഒന്നിനെ Q1 എന്ന് കൊടുക്കുക, ഒന്നിനെ Q2 എന്ന് കൊടുക്കുക. അവ തമ്മിലുള്ള അകലം R ആയിട്ട് മാർക്ക് ചെയ്യുക, പെട്ടെന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, വരച്ച് കാണുമല്ലോ. റഫായിട്ട് വരച്ചാൽ മതി, ഒരുപാട് വട്ടവും സ്കെയിലും കോമ്പസും ഒന്നും എടുക്കണ്ട. രണ്ട് ചെറിയ ഡോട്ടുകൾ മാർക്ക് ചെയ്യുക, കറപ്പിക്കുക. Q1 Q2 ആയിട്ട് ചാർജസ് ആയിട്ട് മാർക്ക് ചെയ്യുക. അത് തമ്മിലുള്ള അകലം വരയ്ക്കുക, R എന്ന് മാർക്ക് ചെയ്യുക. ദെൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് നമ്മൾ പറഞ്ഞിട്ട് ഈസ് പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ ടു Q1 Q2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/r². അത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് എഴുതാം F പ്രപ്പോർഷണൽ ടു Q1 Q2/r². എഴുതിക്കോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ്, ഏത് ഫോഴ്സ് ആണ്? ഈ Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. രണ്ടും ഒരേപോലത്തെ ചാർജസ് ആണെങ്കിൽ ഇത് റിപ്പൾസീവ് ആയിരിക്കും, രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ ഇത് അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ F പ്രപ്പോർഷണൽ ടു Q1 Q2/r² എന്ന് എഴുതുക. F പ്രപ്പോർഷണൽ ടു Q1 Q2/r². അപ്പോൾ F ഈക്വൽ ടു KQ1 Q2/r² എന്ന് എഴുതാം. F is equal to, അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, കൂടെ തന്നെ എഴുതാം, F equal to KQ1 Q2/r². എഴുതിയല്ലോ. ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ, പ്രപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം, അറിയാലോ. അപ്പോൾ F പ്രപ്പോർഷണൽ ടു Q1 Q2/r² എന്ന് എഴുതിയാൽ F is equal to എന്ന് എഴുതുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം. ദാറ്റ് കോൺസ്റ്റന്റ് is KQ1 Q2/r². എഴുതി കഴിഞ്ഞല്ലോ. ഇനി ഈ കെയുടെ വാല്യൂ SI യൂണിറ്റിൽ വാക്വം അല്ലെങ്കിൽ എയറിലാണ് ഈ ചാർജസ് ഇരിക്കുന്നത്. Q1 ഉം Q2 ഉം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ Q1 ഉം Q2 ന്റെ ഇടയിലുള്ള ആ മീഡിയം അത് എയറോ വാക്വമോ ആണെങ്കിൽ കെയുടെ വാല്യൂ SI യൂണിറ്റിലുള്ള വാല്യൂ 1/4πε0 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 1/4πε0 എന്ന് എഴുതാം. ഇവിടെ ε0 ആണ് നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്, ദ കോൺസ്റ്റന്റ് ε0 ഈസ് കാൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിൻ്റെ വാല്യൂ എഴുതണം 8.854 × 10⁻⁻12. യൂണിറ്റ് നോക്കുക, ഇവിടെ നിന്ന് അതിൻ്റെ യൂണിറ്റ് എഴുതാൻ പറ്റും. ഓക്കെ, കെ എന്ന് പറയുന്നത് ε0 ആണ്. അപ്പോൾ ഈ കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ ഇത് 1/4πε0 Q1 Q2/r² എന്ന് വരും. R is the distance between charges Q1 and Q2. അത് ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത് എഴുതി നിങ്ങൾ, കെ എന്ന് പറയുന്നത് 1/4πε0 ആണ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എഴുതുക F is equal to 1/4πε0, കെക്ക് പകരം 1/4πε0 Q1 Q2/r². ഈ ഇക്വേഷൻ SI യൂണിറ്റിലുള്ള ഇക്വേഷനാണ്. ഇത് ബാധകമാകുന്നത് എയർ അല്ലെങ്കിൽ വാക്വം മീഡിയത്തിന് മാത്രമാണ്. ഇനി കോൺസ്റ്റന്റ് ε0 എന്താണെന്നാണ് അടുത്ത എഴുതുന്നത്. ε0 is 8.854 × 10⁻⁻12. യൂണിറ്റ് ഇക്വേഷൻ നോക്കിയിട്ടുണ്ടാക്കാം. ε0ന്റെ യൂണിറ്റ് ε0 അങ്ങോട്ട് വരുമ്പോൾ ഈ ഫോഴ്സ് താഴെ വരും. അപ്പോൾ ഇവിടെ കൂളം സ്ക്വയർ, പിന്നെ അടിയിൽ ന്യൂട്ടൺ m/2. ഇതിലൊരു കറക്ഷൻ ഉണ്ടല്ലോ. ε0 എന്ന് പറയുമ്പോൾ F Q1 Q2/f(r²) ആണ് വരിക. അപ്പോൾ കൂളം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2 എന്നാണ് വരിക. ലെറ്റ് മീ എഡിറ്റ്, ചെറിയൊരു കറക്ഷൻ ഉണ്ട്.
ഇങ്ങനെയല്ലേ വരിക, കൂളം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2. ഇത് നോക്കിയാൽ മതി. അതെ, കൂളം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2. അപ്പോൾ ഇതാണ് എപ്സിലോൺ സീറോ. എപ്സിലോൺ സീറോ ഒരു കോൺസ്റ്റന്റ് ആണ്, മീഡിയത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എയർ അല്ലെങ്കിൽ വാക്യൂം ആണെങ്കിൽ അതിന്റെ വാല്യൂ ഇതാണ്. ഇതിനെ വിളിക്കുന്ന പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. ഈ മീഡിയം മാറുമ്പോൾ എപ്സിലോൺ സീറോ മാറി വേറെ വാല്യൂ വരും. അതുകൊണ്ടാണ് എപ്സിലോൺ സീറോ എന്ന് കൊടുത്താൽ അത് എയർ മീഡിയത്തിനുള്ളതാണ്, അടിയിൽ സീറോ. എപ്സിലോൺ എന്ന് കൊടുത്താൽ ജനറൽ ആയിട്ട് ആ പർട്ടിക്കുലർ മീഡിയത്തിനെ പ്രതിനിധീകരിക്കും. ഇനി കെയുടെ ഏത് നമ്പർ മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്സിലോൺ സീറോ 8.854 × 10⁻12 ആണെന്ന് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലാസ് ടേബിളിൽ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്ന ഒരു നമ്പറാണ് 1/4π എപ്സിലോൺ സീറോ. അത് 9 × 10⁻9. അത് ഓർത്തിരിക്കണം. 1/4π എപ്സിലോൺ സീറോന്റെ വാല്യൂ 9 × 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളംബ് റേസ് ടു -2. ഓക്കെ, ഈ കൂളംബ് ഈ നിയമം ഈ ലോ ഉണ്ടാക്കുന്നത് ത്രൂ എക്സ്പെരിമെന്റിലാണ്. എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടാണ് കൂളംബ്സ് ലോ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ കുറിച്ചൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇത്രയും നോട്ടിലേക്ക് എഴുതണം, ഇതിലൊന്നും വിടാനില്ല. ഓർഡറിൽ തന്നെ എഴുതാം. ഇതെഴുതി ഇതൊക്കെ എഴുതി നിങ്ങൾ എഴുതി. SI യൂണിറ്റ് ഫോർ വാക്യൂം ഇൻ SI യൂണിറ്റ് ഫോർ വാക്യൂം ഓർ എയർ K 1/4π എപ്സിലോൺ സീറോ എന്ന് എഴുതി. ആ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ F = 1/4π എപ്സിലോൺ സീറോ Q1 Q2/r² എന്ന് എഴുതി. R is the distance between charges Q1 and Q2 എന്ന് എഴുതും. ഈ ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ എഴുതാം. ഇറ്റ് ഈസ് 8.854 × 10⁻12. യൂണിറ്റ് തെറ്റാതെ എഴുതണം. കൂളം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ്, അല്ലെങ്കിൽ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ദിസ് ഈസ് കാൾഡ് ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതിന്റെ പേര് ഓർത്തിരിക്കണം. ഇനി കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് 1/4π എപ്സിലോൺ സീറോന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ, ഇത് ഈ വാല്യൂ ഉപയോഗിച്ച് കാൽക്കുലേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് 9 × 10⁻9 കിട്ടും. അല്ലെങ്കിൽ ഇതാണ് 9 × 10⁻9 ആണ് 1/4π എപ്സിലോൺ സീറോ. ഇതിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. K 1/4π എപ്സിലോൺ സീറോന്റെ വാല്യൂ അറിയാമെങ്കിൽ അതിന് എപ്സിലോൺ സീറോ കാണാമല്ലോ. 4π × 9 × 1/4π × 9 × 10⁻9 അതാണ് എപ്സിലോൺ സീറോ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. 1/4π എപ്സിലോൺ സീറോ ഇനി എല്ലായിടത്തും കയറി വരും. അതിന്റെ വാല്യൂ 9 × 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളംബ് റേസ് ടു -2 ഇൻ SI സിസ്റ്റം. ഇത്രയുമാണ് കൂളംബ്സ് ലോന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. മനസ്സിലാക്കണം, രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ്. ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ, ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കുക. രണ്ട് മാസുകൾ, പോയിന്റ് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അതേപോലെ തന്നെ ഇവിടെ അത് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ it is inversely proportional to the square of the distance 1gm1m2/d² എന്ന്. ഇവിടെ അതേപോലെ തന്നെ Q1 Q2/r² ആണ്. കോൺസ്റ്റന്റ് അവിടെ G ആയിരുന്നു, ഇവിടെ K ആണ്. Kയുടെ വാല്യൂ 1/4π എപ്സിലോൺ സീറോ ആണ്. 1/4π എപ്സിലോൺ സീറോ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G എന്ന് പറയുന്നത് മീഡിയം മാറുന്നതിനനുസരിച്ച് മാറുന്ന ആളല്ല, അതും കൂടി മനസ്സിലാക്കുക. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിലെ കോൺസ്റ്റന്റ് ഡിഫറെന്റ് മീഡിയം വരുമ്പോൾ വാട്ടറിന് വേറൊരു വാല്യൂ ആണ്, പിന്നെ കെറോസിൻ എടുത്തു കഴിഞ്ഞാൽ വേറെ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ ചാർജസ് ഏത് മീഡിയത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് കെയുടെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലുള്ള കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി G, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് യൂണിവേഴ്സലാണ്. അത് എല്ലാ മീഡിയത്തിലും എവിടെ ചെന്നാലും ഒരേ വാല്യൂ, മാറുന്നില്ല. അപ്പോൾ രണ്ട് മാസുകൾ വെള്ളത്തിൽ ഇറക്കി വെച്ചാലും അത് തമ്മിലുള്ള അട്രാക്ഷനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് മണ്ണെണ്ണയിൽ ഇറക്കി വെച്ച് വിചാരിച്ചാൽ അതിലെ അട്രാക്റ്റീവ് ഫോഴ്സിന് മാറ്റം വരില്ല. അത് എവിടെ കൊണ്ടുവച്ചാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഒരേപോലെ. പക്ഷേ രണ്ട് ചാർജഡ് ഒബ്ജക്റ്റുകൾ അങ്ങനെയല്ല. രണ്ട് ചാർജഡ് ഒബ്ജക്റ്റ് എയറിലിരിക്കുമ്പോൾ അവ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ ഉണ്ടാവും. ആ ഫോഴ്സ് ആയിരിക്കില്ല അവ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ആ ചാർജഡ് ഒബ്ജക്ട്സ് തമ്മിലുള്ള അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും, മീഡിയം മാറുന്നതിനനുസരിച്ച്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് കേസുകളൊക്കെ എയറിലുള്ളതായിരിക്കും അല്ലെങ്കിൽ വാക്വത്തിലുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വാല്യൂ തന്നെയാണ് അധികവും ആവശ്യം വരിക. ഓക്കെ, ഇനി എയർ അല്ലാത്തൊരു മീഡിയം വന്നാൽ കെയുടെ വാല്യൂ 1/4π എപ്സിലോൺ സീറോ എപ്സിലോൺ r എന്ന് എഴുതണം. അതിനെ നമ്മൾ ചോദിക്കി 1/4π എപ്സിലോൺ എന്ന് എഴുതും. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ r. അപ്പോൾ ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4π എപ്സിലോൺ എന്ന് എഴുതാം. എയറോ വാക്വമോ ആകുമ്പോൾ എപ്സിലോണിന് പകരം അവിടെ എന്ത് കൊടുക്കണം? എപ്സിലോൺ സീറോ, വിച്ച് ഈസ് ദി പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്. എപ്സിലോൺ ആറിനെ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും.
എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ എന്ന് ഇതിൽ നിന്ന് കാണാൻ പറ്റും. ഇതിൽ നിന്ന് എഴുതാമല്ലോ. എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഒരു മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ് അതിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ആ മീഡിയത്തിൽ രണ്ട് ചാർജ് വെച്ചാൽ അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷന്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം എന്ന് നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്, മീഡിയത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് പെർമിറ്റിവിറ്റി എന്ന് മനസ്സിലാക്കുക. പെർമിറ്റിവിറ്റി എന്നത് is the property of a medium which governs the magnitude of the force of attraction or repulsion between two point charges placed in that medium. ആ മീഡിയത്തിൽ വെച്ചാൽ രണ്ട് പോയിന്റ് ചാർജ് വെച്ചാൽ അത് തമ്മിലുള്ള ആകർഷണവും വികർഷണവുമായ ഫോഴ്സിനെ സ്വാധീനിക്കുന്ന തീരുമാനിക്കുന്ന മീഡിയത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് പെർമിറ്റിവിറ്റി. ആ പെർമിറ്റിവിറ്റി ഓരോ മീഡിയത്തിനും ഓരോ വാല്യൂ ഉണ്ട്. എയറിന്റെ അല്ലെങ്കിൽ വാക്വത്തിന് അതിന്റെ വാല്യൂ നേരത്തെ പറഞ്ഞ 8.854 എത്രയാണ് നേരത്തെ പറഞ്ഞ വാല്യൂ ആണ് 8.854 into 10⁻⁻12 ആണ് എയറിന്. വാട്ടറിന് അത് വേറൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഓരോ മീഡിയത്തിന്റെയും പെർമിറ്റിവിറ്റി നമ്മൾ ടേബിളിലൊന്നും നോക്കിയാൽ കാണാൻ പറ്റൂല. പക്ഷേ ഈ എപ്സിലോൺ ആർ എന്നുള്ള വാല്യൂ കിട്ടും. ഓരോ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. മണ്ണെണ്ണയ്ക്ക് ഇത്ര എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്, വെളിച്ചെണ്ണയ്ക്ക് ഇത്രയാണ്, ഗ്ലിസറിന് ഇത്രയാണ്, അങ്ങനെ ഓരോ മീഡിയത്തിൻ്റെതും ഉണ്ടാവും. ആ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കിട്ടിയാൽ അതിൽ നിന്ന് നമ്മൾ അതിനെ എപ്സിലോൺ സീറോ കൊണ്ട് ഗുണിച്ചാൽ ആ മീഡിയത്തിന്റെ ടോട്ടൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി കിട്ടും. പിന്നെ നമ്മൾ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയും. ഈ ടേംസ് ഒക്കെ ഓർത്തിരിക്കുക, കൺഫ്യൂഷൻ ആവേണ്ടതില്ല. 1/4π എപ്സിലോൺ സീറോ എന്നുള്ളത് എയർ ഓർ വാക്വത്തിന് മാത്രമുള്ളതാണ്. അതല്ലാത്തൊരു മീഡിയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ 1/4πയിൽ എപ്സിലോൺ സീറോ മാറ്റിയിട്ട് നമ്മൾ എപ്സിലോൺ സീറോ ഗുണിക്കണം എപ്സിലോൺ ആർ എന്ന് എഴുതണം. അവിടെ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. ആ എപ്സിലോൺ ആറും എപ്സിലോൺ സീറോയും മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയായ എപ്സിലോണും തമ്മിലുള്ള ബന്ധം എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ എന്നാണ്. അല്ലെങ്കിൽ എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ വാക്വം അല്ലെങ്കിൽ എയർ. ക്ലിയർ ആയല്ലോ? എപ്സിലോണും എപ്സിലോൺ സീറോയും എപ്സിലോൺ ആറും മൂന്നാളുകളാണ് പരിചയപ്പെട്ടത്. എപ്സിലോൺ, എപ്സിലോൺ സീറോ, എപ്സിലോൺ ആർ. ഏറ്റവും ആവശ്യമുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എപ്സിലോൺ സീറോ ആണ്. വാക്വത്തിനോ അല്ലെങ്കിൽ എയറിനോ മാത്രം ബാധകമായിട്ടുള്ള എപ്സിലോണിന്റെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ആണ് എപ്സിലോൺ സീറോ. 8.85 into 10⁻⁻12 ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ വാല്യൂ. ഇനി എപ്സിലോൺ ആർ എന്നുള്ളത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. വ്യത്യസ്ത മീഡിയത്തിന് വ്യത്യസ്ത റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉണ്ടാകും. എയർ ഓർ വാക്വത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എത്രയെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിയാൽ മതി. റിലേറ്റീവ് എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. എയർ ഓർ വാക്വം ആകുമ്പോൾ എപ്സിലോണിന്റെ വാല്യൂ എപ്സിലോൺ സീറോ തന്നെയാണ്. അപ്പോൾ എപ്സിലോൺ സീറോ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1. സോ എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 1 ഫോർ എയർ ഓർ വാക്വം. വേറൊരു മീഡിയം വാട്ടർ വരുമ്പോൾ എപ്സിലോൺ ആർ ഇപ്പോൾ 34 ആണെന്ന് ഒരു കറക്റ്റ് അല്ല, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. 5 ആണെന്ന് വിചാരിക്കുക എപ്സിലോൺ ആർ. അപ്പോൾ ഇവിടെ 1/4π എപ്സിലോൺ സീറോ ഇൻറ്റു 5 എന്ന് എഴുതും. 5 എപ്സിലോൺ സീറോ ആണ് അപ്പോൾ അതിന്റെ ടോട്ടൽ പെർമിറ്റിവിറ്റി. ഇതാണ് അർത്ഥം, മനസ്സിലാക്കുന്നത്. ഓക്കെ, എപ്സിലോൺ ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ആൻഡ് എപ്സിലോൺ ആർ ഈസ് കാൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഈ പേര് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കപ്പാസിറ്റർ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ആവശ്യം വരും. അവിടെ ഈ പേരിലാണ് ഇത് ഉപയോഗിക്കുക എപ്സിലോൺ ആറിന്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുക. പേര് കേട്ട് പേടിക്കേണ്ട. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ഇൻ റിലേഷൻ ടു പെർമിറ്റിവിറ്റി ഓഫ് വാക്വം അല്ലെങ്കിൽ എയർ. എയർ അല്ലെങ്കിൽ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിയുമായി അപേക്ഷിച്ച് ഈ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എത്ര മടങ്ങാണ്, അതാണ് എപ്സിലോൺ ആർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എപ്സിലോൺ ആർ ഈസ് കാൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നതിന് വേറെ പേരുണ്ട്. അത് ഈ കപ്പാസിറ്ററുമായി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. ഇപ്പോൾ അവിടെ വെച്ച് കൂടുതൽ അത് മനസ്സിലാവും. ഇപ്പൊ ഇങ്ങനെ ഒരു പേരും കൂടി ഇതിനുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ F equal to 1/4π epsilon 0 Q1 Q2 by R square for charges in any other medium. എയർ അല്ലാത്ത മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ഈക്വേഷൻ വരും. അപ്പോൾ ഇത്രയും ഇതും കൂടി നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എടുക്കും. കൂളംസ് ലോ ചോദിച്ചാൽ നിങ്ങൾ ഇതിന്റെ മുന്നത്തെ സ്ലൈഡ് തന്നെ ധാരാളമാണ്. സിമ്പിൾ ആയിട്ട് സ്റ്റേറ്റ് ആൻഡ് റൈറ്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ കൂളംസ് ലോ എന്ന് ചോദിച്ചാൽ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിലുള്ള കാര്യങ്ങൾ തന്നെ മതി. ഇതിലേക്കൊന്നും വരേണ്ട യാതൊരു ആവശ്യമില്ല. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഒന്നും പറയേണ്ട. എയർ ഓർ വാക്വത്തിന്റെ കാര്യം മാത്രം പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലാക്കുക. കൂളംസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതാൻ പറഞ്ഞാൽ 1/4π F is equal to 1/4π epsilon 0 Q1 Q2 by R square എന്ന് എഴുതിയാൽ മതി. വെക്ടർ ഫോം എഴുതാൻ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വെക്ടർ ഫോം ആയിട്ട് എഴുതണം. അത് അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എഴുതിയല്ലോ.
കൂളംസ് ലോന്റെ ബേസിക് കാര്യങ്ങൾ എഴുതി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ എപ്പോഴും. അവ തമ്മിലുള്ള സിമിലാരിറ്റീസും വ്യത്യാസങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. എയറിൽ അല്ലെങ്കിൽ വാക്വത്തിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എന്നൊക്കെ പറഞ്ഞാലുള്ള ഇക്വേഷൻ ആണിത്. ഇത് മറ്റു മീഡിയങ്ങൾക്കുള്ള ഇക്വേഷൻ. ഇനി വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ, ഇതും പ്രധാനപ്പെട്ടതാണ്. ഫോഴ്സ് വെക്ടർ ആണല്ലോ, അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫോഴ്സ് ഒരു വെക്ടർ ആയതുകൊണ്ട് തന്നെ F is equal to എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതുമ്പോൾ F വെക്ടർ ആയതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷനെ വെക്ടർ ഫോമിലാണ് ശരിക്കും എഴുതേണ്ടത്. അപ്പോൾ കൂളംസ് ലോന്റെ വെക്ടർ ഫോമിൽ ആണ് അടുത്ത പറയുന്നത്. വെക്ടർ ഫോമിലുള്ള കൂളംസ് ലോ ഹെഡിങ് എഴുതാം. കൂളംസ് ലോ ഹൈഫൺ ഇട്ടിട്ട് വെക്ടർ ഫോം. കൂളംസ് ലോ എന്താന്ന് മാത്രം ചോദിച്ചാൽ ആദ്യം പറഞ്ഞ തന്നെ എഴുതിയാൽ മതി. കൂളംസ് ലോ വെക്ടർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ മാത്രം ഇതിലേക്ക് വന്നാൽ മതി. അപ്പോൾ രണ്ട് ചാർജ് ഉണ്ട്, Q1 Q2. നമ്മളൊരു ചാർജിന്റെ പൊസിഷനൊക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ വെക്ടർ ആകുമ്പോൾ പൊസിഷൻ വെക്ടർ ഉപയോഗിച്ച് ചാർജസിനെ ലൊക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കോർഡിനേറ്റ് സിസ്റ്റം വരച്ചത്. XY കോർഡിനേറ്റ് സിസ്റ്റം വരച്ചിട്ടുണ്ട്. സോ ദർ ആർ ടു ചാർജസ്, Q1 ഹിയർ ആൻഡ് Q2 ഹിയർ. രണ്ട് ചാർജ് ഉണ്ട്. പെട്ടെന്ന് വരയ്ക്കുക. ഒരു XY ആക്സിസ് വരയ്ക്കുക. Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് വരയ്ക്കുക. രണ്ട് പുള്ളി പെട്ടെന്ന് വരയ്ക്കുക. ഇനി അവയുടെ പൊസിഷൻ വെക്ടേഴ്സ് വരയ്ക്കുക. ഈ രണ്ട് ചാർജസിന്റെയും പൊസിഷൻ വെക്ടേഴ്സ് വരയ്ക്കുക. R1 R2. വെക്ടർ R1 റെപ്രസെന്റ്സ് ദി പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ ഒക്കെ കഴിഞ്ഞ വർഷം മീൻസ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ്. Q1 എന്ന ചാർജിന്റെ ലൊക്കേഷൻ അതെവിടെയാണെന്ന് അറിയണമെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ വരക്കണം. ഒറിജിൻ, നമ്മുടെ ഒറിജിൻ ഇവിടെയാണ്. X-Y വരച്ചപ്പോൾ ഈ ക്രോസ് ചെയ്ത പോയിന്റ് ഒറിജിൻ. പൊസിഷൻ വെക്ടർ R1 ആണ് Q1 ന്റെ, R2 ആണ് Q2 ന്റെ. പൊസിഷൻ വെക്ടർ വരച്ചു. കൂടെ വരയ്ക്കുക. രണ്ടെണ്ണത്തിന്റെയും പൊസിഷൻ വെക്ടർ വരയ്ക്കുക. XY ആക്സിസ് റഫായിട്ട് വരച്ചാൽ മതി. XY ആക്സിസ് വരച്ചു. രണ്ട് ചാർജസ് മാർക്ക് ചെയ്തു. അതിന്റെ രണ്ടിന്റെയും പൊസിഷൻ വെക്ടേഴ്സ് മാർക്ക് ചെയ്തു. ഇനി ആ Q1 നിന്ന് Q2ലേക്കുള്ള വെക്ടർ ഡിസ്റ്റൻസ് R21 എന്ന് മാർക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, R21 വെക്ടർ R21 എന്ന് പറഞ്ഞാൽ Q1 നിന്ന് Q2ലേക്കാണ്. R21 എന്നാണ് മാർക്ക് ചെയ്തത്. Q2ലേക്കുള്ള വെക്ടറാണ് ഫ്രം Q1 നിന്ന് Q2ലേക്കുള്ള വെക്ടറാണ് R21. മനസ്സിലായല്ലോ? Q1 നിന്ന് ആരോ ഹെഡ് Q2ലാണ്. Q1 നിന്ന് Q2ലേക്കുള്ള വെക്ടർ ദാറ്റ് ഈസ് R21 മാർക്ക് ചെയ്തു. വെക്ടർ R21 മാർക്ക് ചെയ്തു. അപ്പൊ ഈ R21ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്? ഈ Q1 Q2 തമ്മിലുള്ള ഡിസ്റ്റൻസ്. R21ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് Q1 Q2 തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി നോക്കൂ, R21ന്റെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ ആണ് ഇത്. ഈ ചുവന്ന കളറിലെ വരച്ചത്. ഇവിടെ ഒരു ക്യാപിട്ട അത് യൂണിറ്റ് വെക്ടറാണ്. ഹാറ്റ് R21 ക്യാപ്. ഇതിന്റെ അർത്ഥം എന്താ? ദിസ് ഈസ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ R21. Q1 നിന്ന് Q2ലേക്കുള്ള വെക്ടർ ഡിസ്റ്റൻസിന്റെ അതേ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ. ഈ ലെങ്ത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഇത് ചെറുതാക്കി വരച്ചത്. ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള ഈ R21 എന്ന് പറയുന്ന വെക്ടർ അതേ ഡയറക്ഷനിലുള്ള വെക്ടർ. അതാണ് അതിന്റെ യൂണിറ്റ് വെക്ടർ. അതേപോലെ ഇപ്പുറത്തപ്പം R12 എനിക്ക് വരക്കാലോ. R12 വരച്ചാൽ ഇതിന്റെ നേരെ തിരിഞ്ഞ് വരക്കണം. R21ന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് R12. R12 ഞാൻ ഇവിടെ വരക്കുന്നില്ല, പക്ഷെ R12ന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ വരക്കും. സോ ദിസ് യൂണിറ്റ് വെക്ടർ റെപ്രസെന്റ്സ് ദി ഡയറക്ഷൻ ഓഫ് R12. ഇനി R12 എന്ന് പറയുന്നത് R21 എന്ന് പറയുന്ന വെക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. R12 Q2ൽ നിന്ന് R12 എന്ന് പറഞ്ഞാൽ Q2ൽ നിന്ന് Q1ലേക്ക്, Q2ൽ നിന്ന് Q1ലേക്കുള്ള ഡയറക്ഷനാണ്. R21 എന്ന് പറഞ്ഞാൽ Q1ൽ നിന്ന് Q2ലേക്കുള്ള ഡയറക്ഷൻ. ഇതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കുമല്ലോ. കാരണം രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും. കാരണം രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് R21ന്റെ മാഗ്നിറ്റ്യൂഡും R12ന്റെ മാഗ്നിറ്റ്യൂഡും ഈ രണ്ട് ചാർജും തമ്മിലുള്ള അകലമാണ് തരുന്നത്. സോ ദാറ്റ് ഈസ് R. നേരത്തെ നമ്മൾ പഠിച്ച R, which is the magnitude of these two vectors. ഇത്രയും വരും. രണ്ട് ചാർജ് വരച്ചു, XY ആക്സിസ് വരച്ചു, ചാർജിന്റെ പൊസിഷൻ വെക്ടർ വരച്ചു, ചാർജ് തമ്മിലുള്ള സെപ്പറേഷൻ Q1ൽ നിന്ന് Q2ലേക്കുള്ള വെക്ടറായിട്ട് R21 വെക്ടർ R21 വരച്ചു. ഇനി R12 കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരോ കൊണ്ടിട്ട് വരച്ചു വെക്കാം ഇതേ നീളത്തിൽ. അതാണ് R12. പക്ഷെ ഞാൻ അതിന്റെ യൂണിറ്റ് വെക്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് യൂണിറ്റ് വെക്ടർ അലോങ് R12. ഇത് യൂണിറ്റ് വെക്ടർ അലോങ് R21. ഇത്രയും വരക്കുക.
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വെക്ടർ R12ന്റെ മാഗ്നിറ്റ്യൂഡും വെക്ടർ R21ന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും. അത് Rന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ദി പിക്ചർ. ഇനി നമുക്ക് വെക്ടറിന് ഇതിൽ നോക്കിയാൽ അറിയാം R21 എന്ന് പറഞ്ഞാൽ Q1 നിന്ന് Q2ലേക്ക്, R12 എന്ന് പറഞ്ഞാൽ Q2 നിന്ന് Q നേരെ ഓപ്പോസിറ്റ് ആണ്. R12 എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും R21. അപ്പം R12 എന്ന് പറയുന്നത് -R21 എന്ന് എഴുതാം. മൈനസ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതേപോലെ യൂണിറ്റ് വെക്ടറിലും യൂണിറ്റ് വെക്ടർ R12 എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ -R21. ഈ ഡയഗ്രം കറക്റ്റ് മനസ്സിലാക്കണം ഓരോ ടേം. ഇനി വെക്ടർ R1, വെക്ടർ R2 ആർ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ചാർജസ് Q1 ആൻഡ് Q2. നിങ്ങൾ എഴുതേണ്ടതാണ്, ഓരോ ടേം എഴുതണം. R21 is equal to R2 minus R1 is the vector distance from Q1 to Q2. R21 vector unit vector R21 is ഓരോന്ന് എഴുതാണ് യൂണിറ്റ് വെക്ടർ along distance from Q1 to Q2. അങ്ങനെ ഓരോന്ന് എഴുതാം. R2 unit vector R2 is unit vector along distance from Q2 to Q1. F12 is the force on Q1 due to Q2. ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടില്ല. Let F12 എന്ന് പറയുന്നത് എന്താണ്? Force on Q1 due to Q2. Q1 ൽ Q2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇത് ഒരേപോലത്തെ ചാർജ് ആണെന്നുണ്ടെങ്കിൽ, ഒരേ ലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ റിപ്പൾസീവ് ആയിരിക്കും. അപ്പോൾ Q2 മൂലം Q1 ൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ R12ന്റെ ഡയറക്ഷൻ ആയിരിക്കും. F21 is the force on Q2 due to Q1. F12 is the force on Q1 due to Q2. രണ്ടും എഴുതുക. കുളംസ് ലോ ഇൻ വെക്ടർ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചതൊക്കെ വാരി വലിച്ച് എഴുതൊന്നും വേണ്ട. ഈ ഡയഗ്രാം വരക്കുക, ഫൈനൽ ഇക്വേഷൻ എഴുതുക, അത്രേ വേണ്ടു. ഡയഗ്രാം വരക്കുക, ഫൈനൽ ഇക്വേഷൻ. ഈ ഡയഗ്രാമത്തിലുണ്ട് ഇതൊക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എടുത്ത് എഴുതുന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് എഴുതാം. അത് കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതാം. F12 ഈ നൊട്ടേഷൻ പ്രത്യേകം ഈ ഒരു സഫിക്സ് എഴുതുന്നതിൻ്റെ ആ ഒരു രീതി മനസ്സിലാക്കണം. നമ്മൾ ഫോളോ ചെയ്യുന്നത് F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ 1/2. 2ൽ നിന്ന് 1ലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ഫോഴ്സ് ടുവേർഡ്സ് 1 ഫ്രം 2. Q2ൽ നിന്ന് Q1ലേക്കുള്ള ഫോഴ്സ്, ദാറ്റ് ഈസ് F12. R12 എന്ന് പറഞ്ഞാൽ Q2ൽ നിന്ന് Q1ലേക്കുള്ള വെക്ടർ ഡിസ്റ്റൻസ് R12 എന്ന് പറയുന്നത്. R12 ക്യാപ് എന്ന് പറഞ്ഞാൽ Q2ൽ നിന്ന് Q1ലേക്കുള്ള, R12 എന്ന് പറയുമ്പോൾ Q2ൽ നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസ്. അതാണ് ആ സിമ്പൽ. ആദ്യം പറയുന്ന ആള് F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ Q1 ബൈ Q2, അല്ലെങ്കിൽ Q2ൽ നിന്ന് Q1ലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ്, Q2 Q1ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. R12 എന്ന് പറഞ്ഞാൽ Q2ൽ നിന്ന് Q1ലേക്കുള്ള ദൂരം. അപ്പോൾ പരീക്ഷയ്ക്ക് വെക്ടർ ഫോം ചോദിച്ചാൽ ഈ ഇക്വേഷൻ മറക്കാതെ എഴുതണം, ഈ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുമ്പോൾ നേരെ തിരിച്ച് മറ്റേത് എഴുതാം. F21 ഇതിപ്പോൾ എന്താണ്? F12 എന്ന് പറഞ്ഞാൽ Q2 എന്ന ചാർജ് Q1 എന്ന ചാർജിൽ, അതായത് Q2 എന്ന് പറയുന്ന ഈ ചാർജ് Q1 എന്ന ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ എഴുതിയിട്ടുള്ളത്. അതേപോലെ തിരിച്ച് Q1 Q2ലും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമല്ലോ, ആ ഫോഴ്സ് ആണ് Q2ൽ Q1 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ ഇക്വേഷനിൽ പറയുന്നത്. F21 എന്ന് പറയുന്നത് ഈസ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ Q2 ബൈ Q1. അത് 1/4πε0 Q1 Q2 ബൈ R². രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റും ആയിരിക്കും, ഉറപ്പാണല്ലോ. Q1 Q2നെ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, Q2 Q1നെയും അതേപോലെ റിപ്പൽ ചെയ്യും. ഇനി റിപ്പൽഷൻ ആണെങ്കിലും അട്രാക്ഷൻ ആണെങ്കിലും ഈ രണ്ട് ഫോഴ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റും ആയിരിക്കും. പെട്ടെന്ന് എഴുതി കഴിഞ്ഞിട്ട് പറയും. ശ്രദ്ധിക്കുക, എക്സാമിന് ഈ ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് എഴുതുക, ഈ ഡയഗ്രാം വരയ്ക്കുക. ദാറ്റ്സ് ആൾ. ഇത് ചോദിച്ചാൽ വെക്ടർ ഫോമിൽ ചോദിച്ചാൽ ഇനി ഒരു മാർക്കിനൊക്കെയാണ് റൈറ്റ് ക്യൂളം ഫോം ഇക്വേഷൻ ഇൻ വെക്ടർ ഫോം. ഒരു മാർക്കിന് ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണ് ഇക്വേഷൻ മാത്രം എഴുതിയാലും മതി. പക്ഷേ നേരത്തെ എഴുതിയ ഇക്വേഷൻ എഴുതിയാൽ ഇത് കിട്ടൂല, മാർക്ക് കിട്ടൂല. അതായത് F is equal to 1/4πε0 Q1 Q2 by R² എന്ന് എഴുതിയാൽ ദാറ്റ് ഈസ് നോട്ട് വെക്ടർ ഫോം. വെക്ടർ ഫോം ആകണമെങ്കിൽ ഇങ്ങനെ എഴുതണം. വെക്ടർ F12 is equal to 1/4πε0 Q1 Q2 by R². ഓക്കെ, ഇനി R is equal to magnitude of R12 equal to magnitude of R21. ഇവിടെ എഴുതിയാൽ തന്നെ എഴുതി is the distance between 2 ഈ R ആണ് ഈ പറഞ്ഞത്, distance between the 2 point charges. ഇനി ഒരു കാര്യം കൂടി നമ്മളിവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, R12 എന്ന് പറയുന്നത് -R21 ആണ്. അപ്പോൾ F12 എന്ന് പറയുന്നത് -F21 ആയിരിക്കുമല്ലോ. ഇവിടെ R21 ആണുള്ളത്, ബാക്കിയുള്ള ആളുകളൊക്കെ സെയിം ആണ്, 1/4πε0 Q1 Q2 by R².
ഇവിടെയും F12ലും F21ലുള്ള എല്ലാ ടേമും സെയിം ആണ് എക്സെപ്റ്റ് ദി ലാസ്റ്റ് വെക്ടർ ടേം. അതായത് F12ൽ അത് R12 ആണ്, F21ൽ R21 ആണ്. ഇനി ഇവിടെ നമുക്കറിയാം R12 എന്ന് പറയുന്നത് മൈനസ് ഓഫ് R21. R12ഉം R21ഉം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് നമുക്കറിയാം. ചിത്രത്തിൽ നോക്കി അത് മനസ്സിലാവും. അപ്പോൾ അതായത് അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് R12ന് മൈനസ് R21 എന്ന് എഴുതാം. അത് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിനെ നമുക്ക് R12 എന്ന് തന്നെ എഴുതാം. അപ്പം പിന്നെ ഇതിനെ നമുക്ക് മൈനസ് R12 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതിന് മൈനസ് R21 എന്ന് എഴുതാം, ഇതിന് R21 എന്ന് എഴുതാം. ഒന്ന് അതായത് F12ഉം F21ഉം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നത് എന്താ? എ എന്ന് പറയുന്ന ആൾ ബിയിൽ ഒരു ബലം പ്രയോഗിച്ചാൽ തുല്യബലം ബി എയിൽ പ്രയോഗിക്കും. അതാണ് ഇവിടെ കാണുന്നത്. Q1 എന്ന് പറയുന്ന ആൾ Q2ൽ എത്ര ബലമാണോ പ്രയോഗിക്കുന്നത്, അത് ഗ്രാവിറ്റേഷണൽ അല്ല, ഇവിടെ ഏത് ബലമാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. Q1 Q2ൽ ചെലുത്തുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണോ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും Q2 Q1ൽ ചെലുത്തുക. ദാറ്റ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. F12 is equal to minus F21. ഇത് കംപ്ലീറ്റ് നോട്ടിലേക്ക് എഴുതുക. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ വെക്ടർ ഫോം എഴുതാൻ പറഞ്ഞാൽ ഡയഗ്രാം വരച്ചിട്ട് ഇത് എഴുതിയാൽ ഏറ്റവും നല്ലത്. ഇനി അതും കഴിയില്ലെങ്കിൽ ഈ ഇക്വേഷനെ എഴുതി വെക്കുക. ഇതോ ഏതെങ്കിലും ഒന്ന് ഇത് എഴുതിക്കോളൂ. ഈ ഇക്വേഷൻ എഴുതി വെക്കുക. നോട്ടിൽ നിങ്ങൾ ഇത് എന്താണെന്നൊക്കെ വിശദീകരിച്ച് എഴുതുന്നത് നല്ലതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഈ ഓരോന്നും R1 R2 R21 R2 ഇത് മനസ്സിലായല്ലോ. R21 is equal to R2 minus R1 വന്നത് എങ്ങനെ? നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ നോക്കിയാൽ മതി. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താ? ഒന്നാമത്തെ വെക്ടർ എടുക്കുക, R1 ഫസ്റ്റ് വെക്ടർ ആയിട്ട് എടുക്കുക, അതിന്റെ ഹെഡിലേക്ക് രണ്ടാമത്തെ വെക്ടർ ട്രെയിൽ എടുക്കുക. അപ്പോൾ R21 രണ്ടാമത്തെ വെക്ടർ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് R1 പ്ലസ് R21 is equal to R2 എന്ന് കിട്ടും. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്താൽ ഇതാണ് ട്രയാങ്കിൾ. ഇതാണ് ഒന്നാമത്തെ വെക്ടർ R1, രണ്ടാമത്തെ വെക്ടർ R21. ഇനി എന്ത് ചെയ്യുക? തുടങ്ങുന്ന പോയിന്റിൽ നിന്ന് അവസാനിക്കുന്ന പോയിന്റിലേക്ക് ഒരു വെക്ടർ, അതാണ് റിസൾട്ട് വെക്ടർ സം. അപ്പോൾ വെക്ടർ R1 പ്ലസ് വെക്ടർ R21 എന്ന് പറഞ്ഞാൽ ഈ ചിത്രം ട്രയാങ്കിൾ നോക്കിയാൽ വെക്ടർ R1 പ്ലസ് വെക്ടർ R2 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വെക്ടർ R2 എന്ന് കിട്ടും. വെക്ടർ R1 പ്ലസ് വെക്ടർ R21 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെക്ടർ R2. അതിൽ നിന്ന് നമുക്ക് R21 is equal to വെക്ടർ R21 is equal to വെക്ടർ R2 മൈനസ് വെക്ടർ R1 എന്ന് എഴുതാൻ പറ്റും. അതാണ് ഈ എഴുതിയത്. വെക്ടർ R21 is equal to വെക്ടർ R2 മൈനസ് വെക്ടർ R1. ഈ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ നോക്കിയാൽ ഓക്കെ. ഇതെല്ലാവരും നോട്ടിലേക്ക് എഴുതിയല്ലോ. ഇത്രയും മതി, കുറച്ചേ എടുക്കുന്നുള്ളൂ. സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് പഠിച്ച ഈ കൂളംസ് ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. കൂളംസ് ലോയും ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസും എല്ലാവരും മനസ്സിരുത്തി പഠിക്കണം. ഇപ്പം തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി കൂടുതൽ സമയം എടുത്തിട്ട് ഇതിലെല്ലാം ഇരിക്കേണ്ട ഫസ്റ്റ് ഇയർ തന്നെ ഫോക്കസ് ചെയ്യാം. ഇത് ഈ ക്ലാസ്സിൽ തന്നെ നോട്ട് എഴുതി പഠിച്ച് പൂർത്തീകരിച്ച് പോവാം. പിന്നെ ഇതൊന്ന് തുറന്നു നോക്കേണ്ടത് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ അന്ന് രാവിലെ ഈ ക്ലാസ്സിൻ്റെ മുന്നേ ഒരു അരമണിക്കൂർ മുൻപ് ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മീറ്റിങ്ങിനെ കുറിച്ചോ ക്ലാസ്സിനെ കുറിച്ചോ റിവിഷനെ കുറിച്ചോ ഒക്കെ ചോദിക്കാം. റിവിഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സാറ് ചെയ്യുന്നുണ്ടല്ലോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ഡിസ്കഷൻ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണമെന്നും അതിൻ്റെ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അയച്ചു തരണമെന്നും അങ്ങനെ കുറേ കുട്ടികൾ തരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് അത് ഒരു സെഷൻ വെച്ചിട്ട് സോൾവ് ചെയ്ത് പഠിപ്പിക്കാമെന്നും പറഞ്ഞിരുന്നു. ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്തത് കൊണ്ടാണ് അത്തരം ഒരു സെഷൻ വെക്കാത്തത്. നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഫിസോളിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് നല്ലൊരു അസറ്റാണ്. അത് ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്.
അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഫിസോളിൻ്റെ പരീക്ഷ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ മുൻപ് നിങ്ങൾക്ക് തന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ മുൻപ് അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ രാജഗോപാൽ സാറിനെ എന്നെ ബന്ധപ്പെടാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, HSS റിപ്പോർട്ടർ എന്നുള്ള ആ ഒരു ബ്ലോഗിലാണ് അതുള്ളത്. HSS റിപ്പോർട്ടർ, ആ ബ്ലോഗിൽ പോയാൽ അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏത് എക്സാമിൻ്റെയും ആൻസർ കീ, ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ, ക്വസ്റ്റ്യൻ ബാങ്ക്, മെറ്റീരിയൽ ഒക്കെ അതിലുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പരമാവധി സോൾവ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇനി ഈ ലാസ്റ്റ് വന്ന ആളുകളുടെ അറ്റൻഡൻസിനെ കുറിച്ച് എന്താണ് പറയുക, അങ്ങനെയുള്ള ആളുകൾ അഡ്മിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. ഒരു 7:30 ക്ലാസ് തുടങ്ങിയാൽ ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്ന് 7:41 അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് ദിയ, അതിൻ്റെ ശേഷമുള്ള ആളുകൾ അറ്റൻഡൻസിന് ഞാൻ കോപ്പി ചെയ്തിട്ടില്ല. ഏതായാലും കൂടി ഞാൻ കോപ്പിയാണ്. ഇനി ഞാൻ ഒരുപാട് വൈകി വരുന്നവർ അറ്റൻഡൻസ് രേഖപ്പെടുത്തില്ല. അവരെല്ലാം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 7:30 ക്ലാസ് തുടങ്ങിയാൽ മാക്സിമം 7:45 7:50 ഉള്ളിൽ വരുന്നവരെ അഡ്മിറ്റ് തന്നെ ചെയ്യുള്ളൂ, അല്ലാത്തവർ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കും. സ്കൂളിലെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് വൈകിയാൽ ആ ക്ലാസ്സിൽ ഞാൻ കയറ്റാറില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ സമയത്ത് വരിക എന്നുള്ളത്. ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ഇന്നിപ്പോൾ തൽക്കാലം ബാക്കിയുള്ള അറ്റൻഡൻസും കൂടി ഞാനൊന്ന് കോപ്പി ചെയ്തിട്ട് എവിടെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തതെന്ന് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.